അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ ചിരിച്ച് മരിച്ച്. നമ്മുടെ കർമ്മ ചാനലിലുള്ള അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചി എന്തോ പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കുക. പരത്തുന്ന ന്യൂസ് റീഡർ, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള വിമർശനങ്ങൾ. നിരവധി കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ പ്രേക്ഷകരോട് പറയട്ടെ, നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയാൻ യാതൊരു മടിയുമില്ല. അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രെച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കുടുംബം. ആ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം താങ്ങായത് ഒരു മദ്രസയും അവിടുത്തെ മനുഷ്യ സ്നേഹികളും. കുമാരനല്ലൂർ ഇർഷാദുൽ മുസ്ലിം മദ്രസയിലെ മുറ്റത്ത് വെള്ളവിരിച്ച പന്തലിൽ പെരുമ്പാലയിൽ ഓമന രാജേന്ദ്രന്റെ മൃതദേഹം കിടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത മുസ്ലിം സഹോദരങ്ങൾ. ഉയർന്ന നാമജപത്തിനിടയിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരേ മനസ്സോടെ തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളും മുസ്ലിം സഹോദരങ്ങളും. ഖുറാൻ പഠിപ്പിക്കുന്ന ഇടമാണ്. അവിടെ ആദ്യമായി ഹിന്ദു കുടുംബാംഗത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ഇടമൊരുങ്ങി. അത് പ്രിയ സുഹൃത്തുക്കൾ കേട്ടല്ലോ, ഒരു ഹിന്ദുവായ കുടുംബം മരിച്ച ആ ഒരു ശരീരം പോലും കൊണ്ടുപോകാതെയും അതുപോലെ ആരും സഹായിക്കാതെയും കിടന്ന് നേരിയിക്കുന്നത്. ഇത് കാണാൻ ഒരു ഹിന്ദു സംഘടനയും ഇല്ല. ഇത് അമ്മച്ചിക്ക് മനസ്സിലായി എങ്ങനെ ഒരു മുസ്ലിം പള്ളിയും അവിടുത്തെ കമ്മിറ്റികളും സഹായിച്ചിരുന്നത്. ഇത് അമ്മച്ചി അഭിമാനത്തോടു കൂടി ഒരു വാർത്തയാക്കി കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഇടുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇതൊക്കെ നോർമലാണ്, പക്ഷെ അമ്മച്ചിയെ സംബന്ധിച്ചുള്ളത് ഒരു അതിശയം പോലെ വന്നിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അമ്മച്ചിയുടെ ഒരു ഉളുപ്പ് തരുന്ന ഒരു സാധനം അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവരല്ലേ ഘോര സംസാരിക്കുന്നത് ഹിന്ദു മതത്തിന് വേണ്ടി, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒരു മരിച്ച ഒരു ഹിന്ദുവായ സ്ത്രീയുടെ ബോഡി പോലും മര്യാദയ്ക്ക് അത് സംസ്കരിക്കാനുള്ള ഒരു രീതി പോലും ചെയ്യാൻ പറ്റാത്ത, അവരുടെ ആചാരങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുമ്പോൾ സാമ്പത്തികമായിട്ടും മറ്റുള്ള എല്ലാം എന്തോ കാരണമായിക്കോട്ടെ, എന്നിട്ട് അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയും അവിടുത്തെ കമ്മിറ്റികളും ഇടവിട്ടിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ഇവര് സെക്കൻഡിന് ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന ഇവര് ഒന്നും ഒരു ഉളുപ്പും ഇല്ലാതെ ഇതൊരു വാർത്തയായിട്ട് പറയുന്നത്. ഇതിന് വലിയ മിറ്റെന്താണെന്നറിയോ? അതാണ് ഭയങ്കര സീന്. അതായത് ഈ അമ്മച്ചി ഇത്രകാലം മദർസയിൽ പഠിപ്പിക്കുന്നതിന് തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ആ പേജിൽ ഫോളോ ചെയ്യുന്ന എല്ലാ ഹൈന്ദവരുടെ മനസ്സിലേക്കും വിഷം വിതച്ചു വെച്ചു. എന്നിട്ട് ഈ ഒരു വാർത്തയ്ക്ക് ഒരാളും നല്ല രീതിയിൽ കമന്റ് കൊടുത്തില്ല, അതിനെ ലൈക്കും ചെയ്യുന്നില്ല, ഷെയറും ചെയ്യുന്നില്ല. എങ്ങനെ ചെയ്യാം? അമ്മച്ചി ഇത്രകാലം ഇരുന്നുകൊണ്ട് വിഷം കുത്തി വെച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് അവരെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇടയ്ക്കൊക്കെ അവർ നല്ലത് പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെയാണ്, അതിന് മാറണം, മാറ്റങ്ങൾ വരണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഇത് അടിച്ചാക്ഷേപിച്ച് അങ്ങ് പോവരാ. എന്നിട്ട് ഹിന്ദു ഉണരൂ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഹിന്ദുവായ ഒരു സ്ത്രീക്ക് ഒരു സഹായവുമില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കിടന്ന് ശബ്ദിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ഇവിടുത്തെ ഓരോ ഹൈന്ദവനായ വ്യക്തികളും നിങ്ങൾ ചിന്തിക്കണം. ഈ ഒരു സ്ത്രീ അത്രയും വിഷമത്തിന് കിടക്കുമ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും മനുഷ്യനക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. അതുപോലും ചെയ്തു കൊടുക്കാൻ ഒരു സംഘടനയുമില്ല, ഒരു സഹായത്തിന് ആളുകളുമില്ല, ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളും. എന്നിട്ട് ഇവര് സംസാരിക്കുകയാണ്, ഞങ്ങൾ വന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു തരും, ഇങ്ങനെ ചെയ്തു തരും, അതാക്കി തരും, എത്തിത്തരും അല്ലേ? എന്നാലോചിച്ച് ഇതൊക്കെ നിങ്ങളെ പറ്റിക്കല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മതസൗഹൃദത്തിന് ജീവിക്കുന്ന കേരളത്തിൽ മലയാളികളുടെ ഇടയിലേക്ക് ഒരു പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഇവർ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തെല്ലാമാണ് വന്നിട്ട് വൃത്തികേടുകൾ പറയുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹൈന്ദവനക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ തിരിച്ചറിയണം പ്രിയ സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ ലോക പരാജയം. നമുക്ക് പാർട്ടിയും കാര്യങ്ങളൊക്കെ വേണം, സ്നേഹമൊക്കെ വേണം, നമ്മുടെ നേതാവ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ അത് മറ്റുള്ളവരെ അടിച്ചമർത്തിയിട്ടാകരുത്, മനസ്സിലായോ? അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിനെയാണ് നമ്മളിവിടെ വന്നിട്ട് വിമർശിക്കുന്നത്. എന്തിൻ്റെ ആവശ്യം? അപ്പം അമ്മച്ചി ഇത്ര ദിവസം വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് വാർത്തകൾ വിട്ട അമ്മച്ചിക്ക് വേറെ നിവൃത്തിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മച്ചിക്ക് ഈ വാർത്ത വിടുന്ന ഈ ഒരു സമയമുണ്ടെങ്കിൽ ആ കുടുംബത്തിനെ ഇനിയും രക്ഷിക്കാം. ഇനിയും ആ കുടുംബത്തിന് ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ടാവും. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? എന്തെല്ലാം രീതിയിൽ സഹായിക്കാം. പക്ഷെ അമ്മച്ചിക്ക് ഒരു വാർത്ത എന്നുള്ള നിലയ്ക്കും അത് കൊടുത്തിട്ടാണ് അമ്മച്ചി തടിയൂരി. ഇനി ഇതേപോലെ ഒരുപാട് വാർത്തകൾ വരാനുണ്ട്. ഇനി ഒരുപാട് ആൾക്കാർ ഇതേപോലെ കഷ്ടപ്പെടുന്നുണ്ട്, നിരയിക്കുന്നുണ്ട്. ഇതൊന്നും അമ്മച്ചി കാണില്ല. അമ്മച്ചി ബാക്കി വർഗീയത കുത്താനുള്ള പരിപാടിയൊക്കെ
കണ്ട് തെരഞ്ഞു നടക്കും. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടത് ഇവിടുത്തെ ഹൈന്ദവരായ ആൾക്കാരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ ഒരു അവസ്ഥ ഈ ഒരു ഹൈന്ദവരായ ഒരു ആൾക്ക് വന്നിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ ഇത്രയും സംഘടനകൾ, ഹൈന്ദവർക്ക് വേണ്ടിയുള്ള സംഘടനകൾ അതിൽ ഇടപെട്ടില്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ വർഗീയതയില്ലാതെ പറയും.